ഞാൻ ചെറിയ കാര്യം പറയാം. വലിയൊരു ചെറിയ കാര്യം. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ എല്ലാ ദിവസവും ഞാനിങ്ങനെ നോക്കാറുണ്ട്. ദൂരെ ഒരു മാവുണ്ട്, കുറച്ച് ദൂരെയായിട്ട്. ഒരു വീടിൻ്റെ അപ്പുറത്താണ് ഇവിടെ നോക്കുമ്പം കാണുന്നത്. അതിൻ്റെ മുകളിലൊക്കെ നിറയെ മാങ്ങയാണ്. ഞാനിവിടെ നിന്ന് നോക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും നാട്ടിൻപുറങ്ങളിൽ കാണുന്ന മാങ്ങയുണ്ടല്ലോ, അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മൂവാണ്ടൻ മാങ്ങ. അപ്പം നിറച്ചിങ്ങനെ ഈ മാങ്ങ ഇങ്ങനെ വിളഞ്ഞ് കിടക്കുന്ന നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നന്നായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പക്ഷേ ആ വീട്ടിലങ്ങനെ ഇത്രയും മാങ്ങയൊന്നും എടുക്കാനുള്ള ആളുകളൊന്നും അവർക്ക് അത്ര ആവശ്യമുണ്ടെന്നുള്ള തോന്നലൊന്നും ഇല്ല എനിക്ക്. കാരണം അതൊക്കെ വെറുതെ ഇങ്ങനെ കൊഴിഞ്ഞു പോകത്തേ ഉള്ളൂ. അങ്ങനെ വലിയൊരു മാവ് നിറയെ മാങ്ങ നിൽപ്പുണ്ട്. അപ്പം ദൂരെ നിന്ന് നോക്കുന്നവർക്കത് കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അതത്ര വലിയൊരു മാവാണ്, വർഷങ്ങളുടെ പഴക്കമുള്ള മാവാണ്. നിറച്ച് മാങ്ങ ഇങ്ങനെ തെളിഞ്ഞ് കാണാം. ഞാനിങ്ങനെ ആലോചിക്കുക, ഇതിങ്ങനെ കൊഴിഞ്ഞ് താഴെ വീഴുമ്പോഴല്ലാതെ ആരും തന്നെ അതേ കയറി പറിക്കാൻ പോകുന്നില്ല. ഇത്തരത്തിലുള്ള നിരവധി മാവുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനിവിടുന്ന് ട്യൂഷൻ സെൻ്ററിലേക്ക് പോയപ്പോൾ റോഡ് മുഴുവൻ മാങ്ങയാണ് കിടക്കുന്നത്. ഒരു കാറ്റ് കഴിഞ്ഞ് അപ്പം ഞാനിങ്ങനെ സ്ലോ ചെയ്ത് നോക്കിയപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും റോഡിൽ വീഴുന്നതൊക്കെ വണ്ടി കയറിയൊക്കെ ചീത്തയാകുന്നുണ്ട്. എന്താ നമുക്ക് ഒരു ഇറിറ്റേഷൻ തോന്നുന്ന രീതിയിൽ മാങ്ങകളെല്ലാം ഇങ്ങനെ വീണ് ചീത്തയായി അല്ലാതെയൊക്കെ കിടപ്പുണ്ട്. അപ്പുറത്തോട്ടൊരു പുരയിടം പോലെ ഉണ്ട്, അവിടെയും ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നത് ഇത് ഇത്രയും മാങ്ങ ഞാൻ റോഡിൽ കിടക്കുന്നുണ്ടാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഓരോ കുലകളായിട്ടുണ്ടാകുന്ന മാങ്ങയുണ്ടല്ലോ, ഒരു കുലയിൽ കുറേ അധികം ഉണ്ടാകും. അത് ഈ മാങ്ങ കറികളൊക്കെ വെക്കാൻ നന്നായിട്ട് നല്ല ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് ജ്യൂസാക്കാം. നമുക്ക് നന്നായിട്ട് അതിനെ ഉടച്ചിട്ട് ഒരു തുമ്പ് ഇങ്ങനെ പൊട്ടിച്ച് കൊടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് അതിനെ പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ജ്യൂസായിട്ട് കിട്ടും. കൊണ്ടുപോയി മിക്സിക്കകത്തിലിട്ട് അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ ടൈപ്പിലെ മാങ്ങയാണ് കിടക്കുന്നത് കൂടുതൽ അതെല്ലാം അങ്ങനത്തെയാണ്. അപ്പോൾ ഓരോ മാങ്ങയും അവരുടെ സ്വഭാവത്തിനനുസരിച്ചാണ് അല്ലേ. മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണ് നീ എന്ന് പാടുന്നത് പോലെ കവിയുടെ ആ ഒരു സങ്കല്പം പോയ പോക്കൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ആവശ്യക്കാരുടെ എണ്ണം ഓരോ മാങ്ങയ്ക്കും വ്യത്യസ്തമായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ലഭ്യതയും അതുപോലെ തന്നെയാണ്. വലിയ ഉയരത്തിൽ നിൽക്കുന്ന മാവ്, അതിന് താഴെയൊക്കെ ശിഖരങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് താഴെയുള്ള ശിഖരങ്ങളിലെ മാങ്ങകളായിരിക്കും. എന്തുകൊണ്ടാണ്? അത് താഴെയാണ്. ഒന്നുകിൽ കയ്യെത്തി എടുക്കാം, ഇല്ലെങ്കിൽ ഒരു തോണ്ടി ഉപയോഗിച്ച് നമുക്ക് പറിച്ചെടുക്കാം. പക്ഷെ ഉയരത്തിലുള്ളതാണെങ്കിൽ എന്ത് ചെയ്യും? ഒന്നുകിൽ അതിൽ കയറണം അല്ലേ. കയറിയാൽ മാത്രം പോരാ, കയറി നിന്നുകൊണ്ട് ഒരു തോണ്ടി ഉപയോഗിച്ച് പറിച്ചെടുത്താലേ അത് കിട്ടുള്ളൂ. പിന്നെ കയറുക എന്ന് പറഞ്ഞാൽ റിസ്ക്കാണ് ഇല്ലേ. ഉയരമുള്ള മാവാണ്, കയറാൻ പ്രയാസമാണ്. അതിൽ അത് ഉറുമ്പുകളൊക്കെ കാണും അല്ലേ. എക്സ്പേർട്ടായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അതേ കയറി മാങ്ങ പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, അപ്പോൾ നമ്മളിങ്ങനെ മാങ്ങ പറിക്കാനായിട്ട് ആൾക്കാർ വന്നാലും മാങ്ങ ഇങ്ങനെ നോക്കിയിട്ട് അവർ ഏകദേശം ഒരു വില പറയും. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് മാവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചില മാവിലെ മാങ്ങയൊക്കെ കൊടുക്കുമല്ലോ. അവർ നോക്കും, അവർക്ക് കയറി പറിക്കാൻ പാകത്തിലുള്ള മാങ്ങകൾ എത്രയുണ്ട്, അതിനനുസരിച്ചാണ് ഇവർ വില തരുന്നത്. ഇവർ പറിച്ചു കഴിഞ്ഞാലും അവിടെയൊക്കെ കുറച്ച് മാങ്ങകൾ ബാക്കി നിൽപ്പുണ്ടായിരിക്കും. അത് സ്വാഭാവികമായിട്ടും പഴുത്ത് തനിയെ വീണു പോകണം, അല്ലെങ്കിൽ വല്ല കിളികളും പഴുത്ത് കഴിയുമ്പോൾ ചെന്ന് കഴിക്കണം. ഇതാണ് മാങ്ങ. അപ്പം നമ്മളുടെ ചിന്തകൾ ഈ മാവിലെ മാങ്ങകളെ പോലെയാണെങ്കിലും ആലോചിച്ച് നോക്ക്. നമ്മുടെ ചിന്തകൾ താഴ്ന്ന ലെവലിലേക്കാണ് എങ്കിൽ നമ്മളെ പെട്ടെന്ന് നമ്മുടെ ചിന്തകളെ ഇല്ലാണ്ടാക്കും ഇല്ലേ. അതെ, നമ്മുടെ രീതിയിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തികളും ഒക്കെ എപ്പോഴും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് എങ്കിൽ എന്തു ചെയ്യും? നമ്മളെല്ലാവരും അങ്ങ് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകും. പക്ഷെ നമ്മുടെ ചിന്തകളും പ്രവൃത്തിയും ഉയർന്ന നിലവാരമുള്ളതാണ് എങ്കിൽ ആ ചിന്തകളെയും നമ്മളെയും കീഴടക്കാൻ അങ്ങനെ എല്ലാവർക്കും ഒന്നും സാധിക്കുകയില്ല. ചിലരൊക്കെ പരിശ്രമിച്ചാലും ചിലപ്പോൾ നടക്കുകയില്ല. അതാണെപ്പോഴും നമ്മൾ ഉയർന്ന രീതിയിൽ ചിന്തിക്കും. നമ്മളുടെ രീതിയിൽ ചിന്തിക്കാൻ പലർക്കും കഴിയാത്തത് കൊണ്ടാണ് നമ്മളെ അടിച്ചമർത്താനും ചൂഷണം ചെയ്യാനും
മോശക്കാരാക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? നമ്മളുടെ ചിന്തകളെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ചിന്തകൾ എന്താണ്? എപ്പോഴും താഴേക്കിടയിലുള്ള ചിന്തകളാണ്, ഇല്ലേ? പലയിടത്തും സംഭവിക്കുന്ന കാര്യമാണ്. നമ്മളെന്താണ് ചിന്തിക്കുന്നത് അതായിരിക്കില്ല മറ്റൊരാൾ മനസ്സിലാക്കുന്നത്. നമ്മൾ നല്ലതിന് വേണ്ടിയിട്ട് ചിന്തിക്കുന്നത് പലപ്പോഴും എന്താണ്? മറ്റുള്ളവർക്കൊരു മോശമായ കാര്യമായിട്ട് തോന്നും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ മുതലെടുക്കാനായിട്ട് ശ്രമിക്കും. ചിലരുണ്ട് അങ്ങ് താന്നു കൊടുക്കും, ഒരുപാടങ്ങ് ക്ഷമിച്ച് സഹിച്ച് എന്നാ എൻ്റെ തലയിൽ ചവിട്ടിക്കോ എന്ന രീതിയിലേക്ക് പോകും. അങ്ങനെയുള്ളവരെയാണ് പെട്ടെന്ന് ആളുകൾ ഇല്ലാണ്ടാക്കുന്നത്, ഇല്ലേ? നമ്മുടെ താഴെയുള്ള കൊമ്പുകളിലെ മാങ്ങകൾ പെട്ടെന്ന് പറിച്ചെടുക്കാം, ഇല്ലേ? അപ്പം ആദ്യമേ നമ്മളൊരു മാങ്ങയ്ക്ക് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ താഴെയുള്ളത് നോക്കി എടുക്കും, പിന്നീടേ മുകളിലേക്ക് പോവുള്ളൂ, അല്ലേ? അതേപോലെ തന്നെയാണ് എന്താണ്? താഴെയുള്ള മാങ്ങകളായി നമ്മൾ മാറരുത്. നമ്മൾ ഉയർന്ന് ചിന്തിക്കണം. നമ്മളെ കീഴടക്കാനായിട്ട് ആര് വന്നാലും നമ്മൾ അതിന് നിന്ന് കൊടുക്കരുത്, ഒരുപാടങ്ങ് താന്ന് കൊടുക്കരുത് ആരുടെയും മുന്നിൽ. അപ്പോൾ അതുപോലെ തന്നെ കറിവേപ്പ്. ഇവിടെ 2 കറിവേപ്പുണ്ട്. ഒരെണ്ണത്തിൽ ഇല വളരെ കുറവ്, ഇലയെന്ന് വെച്ചാൽ തണ്ടുകൾ വളരെ കുറവാണ്. കാരണം അതിന് പൊക്കം കുറവായതുകൊണ്ട് അതേ നാട് എല്ലാവരും എടുക്കുക. ഒരെണ്ണം ഇത്തിരി ഉയരത്തിലാണ്. മുകളിലത്തെ റൂമിൻ്റെ ജനൽ തുറന്നിട്ട് എന്തെങ്കിലും തോണ്ടി വെച്ചിട്ടാണ് വലിച്ച് നീക്കി എടുത്തു കഴിഞ്ഞാൽ അതെടുക്കാൻ പറ്റും. ഇല്ലാതെ താഴെ നിന്നുകൊണ്ട് അത് എടുക്കാൻ പ്രയാസമാണ്. പിന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മതിൽ കയറി നിന്നുകൊണ്ട് ഒടിച്ചെടുക്കണം, ആ ഒരു ലെവലിൽ. താഴെയുള്ളതൊന്നും ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് സാധാരണ ഇവിടെ ആരെങ്കിലും നമ്മൾ പാചകം ചെയ്യുമ്പോൾ താഴെയുള്ളതിനെ എടുത്തെടുത്ത് മുകളിലുള്ളത് അങ്ങനെ വളർന്ന് പോയി, അല്ലേ? അപ്പോൾ നമുക്കൊരു ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ നമ്മുടെ ചിന്തകളും ഉയർച്ചയുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ ഉയർന്ന ചിന്താഗതികളാവണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉന്നതികളിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ മുരടിപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കുകയുള്ളൂ. നമുക്ക് ഉയരത്തിലേക്ക് പോകാൻ പറ്റില്ല. കറിവേപ്പൊക്കെ കണ്ടില്ലേ? നമ്മളിങ്ങനെ ഒടിച്ചൊടിച്ചാണ് എടുക്കുന്നത്. ഒടിച്ചു കഴിഞ്ഞാലും വീണ്ടും ഇത് കിളിർത്ത് വരും, അല്ലേ? അപ്പോൾ എന്താണ്? നമ്മളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചാലും നമ്മൾ പൊട്ടിമുളച്ച് വരും. ചില പ്രകൃതി സത്യങ്ങളാണ്. ഇപ്പോൾ ഓരോ ജീവികളെയും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പല പല മാറ്റങ്ങളും വരുത്താം. അതുപോലെ തന്നെയാണ് ഈ ചെടികളും പൂക്കളും എല്ലാം തന്നെ, ഇല്ലേ? നമ്മൾ വേറൊരു ഉദാഹരണമാണ് പല്ലി. അതിൻ്റെ വാല് മുറിച്ചിട്ടിട്ട് പോകുന്നു, വീണ്ടും കിളുത്ത് വരുന്നില്ലേ അതിൻ്റെ വാല്? ഇതെല്ലാം തന്നെ നമ്മൾ പ്രകൃതിയിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അവയിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറേയധികം മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഉറപ്പായി നമുക്കിതൊക്കെ പ്രകൃതി കാണിച്ചു തരുന്നത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മളെപ്പോഴൊന്നും പതർച്ചയോടുകൂടി നിൽക്കരുത്. അവർക്കൊക്കെ അങ്ങനെ സംഭവിച്ചിട്ട് അവർ ജീവിക്കുന്നില്ലേ? പാചകം ചെയ്യാത്ത പക്ഷികളും മൃഗങ്ങളും എല്ലാം തന്നെ, അല്ലേ? തെരുവ് നായ്ക്കളും വളരുന്നില്ലേ? അപ്പം അവരൊക്കെ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ്. എല്ലാം നടക്കുന്നുണ്ട് നടക്കേണ്ട രീതിയിൽ. അപ്പോൾ നമ്മളും അത്തരത്തിൽ ചിന്തിക്കുക. നമ്മളെക്കൊണ്ടും പലതും കഴിയുമെന്ന രീതിയിൽ ചിന്തിക്കുക. മനസ്സിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യൂ. മനസ്സ് നമ്മുടെ ഒപ്പം നിൽക്കും. അതിനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഉയർന്ന വലിയ പൊക്കമുള്ള മാവിലെ ഏറ്റവും മുകളിലത്തെ ശിഖരത്തിൽ നല്ല മാങ്ങകളായി നമ്മൾ ഓരോരുത്തരും അങ്ങനെ നമ്മുടെ ജീവിത അവസാനം വരെ, ഇല്ലേ? ഒരു പ്രകൃതിയിൽ അല്ലെങ്കിൽ ഒരു മാവിൽ അതിൻ്റെ ഒരു മാങ്ങയുടെ അവസാന കാലഘട്ടം എന്ന് വെച്ചാൽ പഴുത്ത് സ്വയം ആ ഞെട്ടിൽ നിന്ന് എതിർന്ന് താഴേക്ക് വീഴുന്ന ഒരു സമയമാണ്, അല്ലേ? സ്വയം ഇല്ലാണ്ടാകും, നമ്മുടെ ഒരു മരണം എന്ന് പറയുന്നത് പോലെ. അതുപോലെ നമ്മളുടെ ജീവിതം നമ്മളുടെ സമയമായി നമ്മൾ ഈ ലോകം വിട്ടു പോകുന്ന സമയമാകുമ്പോൾ നമ്മൾ വിശ്വാസികൾ വിളിക്കുന്ന ഈശ്വരൻ തിരികെ വിളിക്കുന്ന സമയം വരെയും നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക ജീവിതത്തിൽ വിജയം ഉണ്ടാകാനായിട്ട്. ആരുടെയും മുന്നിൽ പോയി താണു വണങ്ങി നിൽക്കേണ്ട കാര്യമൊന്നും ഒരുപാടില്ല. നമ്മൾ എപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ ഉയർന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ശരിയല്ലേ? അപ്പോൾ
ഇന്ന് തൊട്ട് അങ്ങനെ ചെയ്തോളൂ.